ഇന്ന് രാവിലെ ഞങ്ങളെല്ലാവരും കുളിച്ച് റെഡിയായിട്ട് എൻ്റെ കുടുംബക്ഷേത്രത്തിലോട്ട് പോവുകയാണേ. അപ്പോൾ ഈ 2026-ൻ്റെ തുടക്കം തന്നെ ഇവിടെ നിന്നാവട്ടെ എന്ന് കരുതി. അങ്ങനെ ഞങ്ങളിതെൻ്റെ ഏകദേശം ഒരു 6-6:30 ആയപ്പോഴേക്കും ട്രിവാൻഡ്രം എത്തി. എൻ്റെ അമ്മ വീട് ട്രിവാൻഡ്രമാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഇഷ്ടപ്പെടുന്നൊരു കാര്യം കേട്ടോ, ഇങ്ങനെ ഈ റോഡിൻ്റെ 2 സൈഡിലും കൃഷിയായിരിക്കും. വാഴയും ചീനിയും. 7 മണിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ അമ്പലത്തിലെത്തി. അപ്പോൾ ഇത് ശിവക്ഷേത്രം കേട്ടോ, അതുകൊണ്ട് തന്നെ കൂവളത്തുമാല ഇല്ലാത്ത ഒരു രക്ഷയില്ല. അങ്ങനെ കൂവളത്തുമാല നമ്മൾ വാങ്ങിച്ചു കൊടുത്തു. അപ്പോൾ ഞങ്ങൾ ചെന്ന സമയത്ത് ഗണപതി ഹോമം നടക്കുന്ന സമയമായിരുന്നു കേട്ടോ. അപ്പോൾ സഞ്ജുദേ അവിടെ എല്ലാം കിടന്ന് ഓടുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഗണപതി ഹോമമൊക്കെ കണ്ട് തൊഴുത് വെളിയിലിറങ്ങി. അപ്പോൾ ഇവിടെ ഇതിനോട് ചേർന്ന് തന്നെ അമ്പലക്കുളം ഉണ്ട് കേട്ടോ. ഇവിടെ വരുന്ന എല്ലാവരും ഈ അമ്പലക്കുളത്തിൽ പൊരി വാങ്ങിച്ചിടും. കാരണം ഇവിടെ കുറേ മീനുണ്ട് കേട്ടോ, ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് മീനുണ്ട്. അപ്പം ഞങ്ങൾ ആദ്യം ഒരു വട്ടം പൊരി മേടിച്ചു. അപ്പോൾ അത് കണ്ണൻചേട്ടനെ എല്ലാം കൂടെ ഒറ്റയടിക്ക് തട്ടിയിട്ടു. പിന്നെ രണ്ടാമത് ഞാൻ വീണ്ടും മേടിച്ചു. നല്ല രസമാണ് കേട്ടോ, നമ്മൾ ഈ പൊരി ഇടുന്നതനുസരിച്ച് ആ മീൻ അത് വന്ന് കൊത്തി തിന്നുന്നതാണ് നല്ല ഭംഗിയാട്ടോ. അത് മാത്രമല്ല പല കളറിലെ മീനാട്ടോ, കളർഫുള്ളായിട്ടുള്ള മീനുകളാണ്. ഇപ്പം വേണ്ടേ, എനിക്കിതിൻ്റെതും പേരറിയത്തില്ല, നമ്മളിങ്ങനെ പെട്ടെന്ന് കാണുന്നതില്ലേ. അങ്ങനെ ഞങ്ങൾ വേണ്ടേ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് വനത്തിലോട്ട് പോകാമെന്ന് കരുതി. അപ്പം ഞാനും കണ്ണൻചേട്ടനും ഇതുവഴി അധികം വരാത്തത് കൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് അമ്മയെ വിളിച്ച് വഴിയൊക്കെ ചോദിച്ച് അങ്ങനെ വഴിയൊക്കെ അമ്മ പറഞ്ഞു തന്ന് ഞങ്ങളങ്ങനെ ഏകദേശം കണ്ടുപിടിച്ച് വന ഏരിയയിലെത്തി. അപ്പോൾ ഞങ്ങൾ കുറേ അടുത്തൊക്കെ ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. നമുക്ക് എല്ലാ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പറ്റിയ വീഡിയോസ് എല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വനത്തിൻ്റെ അടുത്ത് വന്നപ്പോഴേക്കും ഇവിടെ ഒരു അമ്പലം കണ്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വന്ന സമയത്ത് അമ്പലം തുറന്നിട്ടില്ലായിരുന്നു. എല്ലാ ദിവസവും രാവിലെ തുറക്കാറില്ലെന്നാണ് അവിടെ ചോദിച്ചപ്പം പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ എന്തായാലും വന്ന സ്ഥിതിക്ക് പുറത്തു നിന്നൊന്ന് പ്രാർത്ഥിച്ചു. ഇവിടെ ഒരു ഊഞ്ഞാലുണ്ടായിരുന്നു. ഊഞ്ഞാൽ കണ്ടതും ഞാൻ ചാടിക്കയറി ഊഞ്ഞാലിനകത്തിരുന്ന് ആടി. എനിക്ക് ശരിക്കും പറഞ്ഞാൽ 2026 എൻ്റെ ഫസ്റ്റ് യാത്ര ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ ഞാൻ ഇറങ്ങിയ സമയം നോക്കി കണ്ണൻചേട്ടനും സഞ്ജുകുട്ടനും കൂടി ഊഞ്ഞാലാടി. അപ്പോൾ ശ്രേയക്കുട്ടിയോട് പറഞ്ഞപ്പോഴേക്കും അവൾക്ക് പേടിയാന്ന് പറഞ്ഞു. എങ്കിൽ നീ ആടണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും തൊഴുതിറങ്ങി. നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളൊരു ഹോട്ടലിൽ വന്നിട്ട് പ്ലെയിൻ ദോശ ഓർഡർ ചെയ്തു. എനിക്കും ശ്രേയക്കുട്ടിക്കും പ്ലെയിൻ ദോശയും, കണ്ണൻചേട്ടൻ പൊറോട്ട കേട്ടോ കഴിച്ചത്. നല്ല ഫുഡായിരുന്നു, മാത്രമല്ല നല്ല വിശപ്പും ഉണ്ടായിരുന്നു. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം തിരിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് മടങ്ങി. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാം. എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു.